കുട്ടികൾക്കും മുതിർന്നവർക്കും ആർത്തുലസിക്കാൻ ഇതാ മെറൈൻ ആൻഡ് റോബോട്ടിക് എക്സ്പോ റോബോട്ട് വേൾഡ് ഷൂസ്. നവംബർ 30 മുതൽ ആഴക്കടലിലെ മത്സ്യകന്യകകൾ ആദ്യമായി ഇതാ പട്ടാമ്പി കൊളപ്പുള്ളിയിൽ. മെറീൻ ആൻഡ് റോബോട്ടിക് എക്സ്പോ, ഗേറ്റ്വേ ഗ്രൗണ്ട്, നിയർ ബസ് സ്റ്റാൻഡ്, പട്ടാമ്പി റോഡ്, കൊളപ്പുള്ളി. ഓങ്ങല്ലൂരിൽ LDF ജനപ്രതിനിധികൾക്ക് സ്വീകരണവും പൊതുയോഗവും സംഘടിപ്പിച്ചു. ഓങ്ങല്ലൂർ പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങൾക്കും ബ്ലോക്ക് ഡിവിഷൻ വിജയികൾക്കും LDFന്റെ നേതൃത്വത്തിൽ സ്വീകരണം നൽകി. ഓങ്ങല്ലൂർ സെൻട്രൽ സംഘടിപ്പിച്ച സ്വീകരണ പൊതുയോഗം മുഹമ്മദ് മുഹ്സിൻ MLA ഉദ്ഘാടനം ചെയ്തു. സ്വന്തമായി ജീവിക്കാനുള്ള അവകാശം പോലും ഇല്ല എന്ന് നമുക്ക് പറയാൻ കഴിയും. ഭൂമിയില്ലാത്ത മനുഷ്യരായിരുന്നു ഏറ്റവും കൂടുതൽ, ഇല്ലേ? നമ്മൾ അധ്വാനിക്കുന്ന, നമ്മൾ പണിയെടുക്കുന്ന ആ വയലുകളെല്ലാം നമ്മുടേതാകും എന്ന സ്വപ്നത്തിന്റെ ഭാഗമായി, ആ ഒരു വലിയ ആവശ്യത്തിന്റെ ഭാഗമായിയാണ് ഇടതുപക്ഷത്തെ അന്ന് ജനങ്ങൾ തെരഞ്ഞെടുത്തത്. ബഹുഭൂരിപക്ഷം വരുന്ന മനുഷ്യർക്ക് 1957 കാലം നോക്കിക്കഴിഞ്ഞാൽ അന്ന് വിദ്യാഭ്യാസം ഇല്ല. ബഹുഭൂരിപക്ഷം വരുന്നവർക്ക് സ്കൂൾ വിദ്യാഭ്യാസത്തിന് അർഹതയില്ല. മാനേജ്മെന്റുകളാണ് സ്കൂളുകളുള്ളത്. ആ സ്കൂളുകളിൽ അധ്യാപകർക്ക് പോലും സാലറി ഇല്ല. മാനേജർമാര് ഏറ്റെടുക്കുന്ന സാഹചര്യമായിരുന്നു. ഇങ്ങനൊരു കാലം നമ്മുടെ മുമ്പിൽ ഉണ്ടായിരുന്നു. അന്ന് നമ്മുടെ ആവശ്യങ്ങൾ, നമ്മുടെ വികസന പ്രശ്നങ്ങളായിരുന്നു നമ്മൾ ചർച്ച ചെയ്തിരുന്നത്. അതുകൊണ്ടാണ് ആദ്യമായി ജോസഫ് മുണ്ടശ്ശേരിയുടെ നേതൃത്വത്തിൽ കേരളത്തിന്റെ നിയമസഭയിൽ ആ വിദ്യാഭ്യാസ ബില്ല് പാസ്സാക്കുന്നത്. സാർവത്രികമായ വിദ്യാഭ്യാസം സൗജന്യമായി ലഭ്യമാക്കാനുള്ള, ഇന്ത്യ രാജ്യത്ത് തന്നെ ശ്രദ്ധേയമായിട്ടുള്ള, ലോകത്ത് തന്നെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു ബില്ല് വരുന്നത്. അതോടൊപ്പം തന്നെ ഭൂപരിഷ്കരണ നിയമമടക്കമുള്ള നിരവധി നിയമങ്ങൾ അന്ന് വരുന്നത്. DYFI കേന്ദ്ര സെക്രട്ടേറിയറ്റ് അംഗം ജേക്ക് സി തോമസ് മുഖ്യപ്രഭാഷണം നടത്തി. മൃദുഹിന്ദുത്വ സമീപനം ഉയർത്തിപ്പിടിക്കുന്നവരാണ്, RSSനെ സഹായിക്കുന്നവരാണ്, ഭൂരിപക്ഷ വർഗീയതയെ പ്രോത്സാഹിപ്പിക്കുന്നവരാണ്. ഇതായിരുന്നില്ലേ ഈ തെരഞ്ഞെടുപ്പിന്റെ വ്യത്യസ്ത ഘട്ടങ്ങളിൽ വിവിധ ഇടങ്ങളിൽ ജമാഅത്തെ ഇസ്ലാമിയും SDP മുതൽ RSSും സംഘപരിവാരവും ആ പാതി മനസ്സുള്ള കേരളത്തിലെ കോൺഗ്രസും സംഘടിതമായി പ്രചരിപ്പിച്ചത് ഈ കുയുക്തികളായിരുന്നു. ആ കുയുക്തികളോട് ഏറ്റുമുട്ടിക്കൊണ്ടാണ്, ആ ദുഷ്ടപ്രചരണങ്ങളോട് ഏറ്റുമുട്ടിക്കൊണ്ടാണ് ഓങ്ങല്ലൂരും പാലക്കാടും കേരളത്തിലും ഇടതുപക്ഷം മത്സരിച്ചത്. സ്വാഭിമാനം, സവിനയം, നല്ല അഭിമാനത്തോടെ എന്നാൽ വിനയാനുത്തമായ മനസ്സോടെ ഒരു പതിറ്റാണ്ടിനിടയിൽ കേരളവും ഓങ്ങല്ലൂരും നമ്മുടെ പട്ടാമ്പിയും ഒക്കെ ദർശിച്ച രാഷ്ട്രീയ മാറ്റങ്ങൾ, മുന്നേറ്റങ്ങൾ, വികസന അനുഭവങ്ങൾ, ഇതിനെയാണ് നമ്മൾ തെരഞ്ഞെടുപ്പിൽ ഉടനീളം സംവദിച്ചത്. മറ്റൊരു അവസരപക കഥകളിലേക്ക് നമ്മൾ പോയിട്ടില്ല. ഏതെങ്കിലും നേതാക്കന്മാരുടെ വ്യക്തിപരമായ സവിശേഷതകളിലേക്ക് നമ്മൾ വിരൽ ചൂണ്ടിയിട്ടില്ല. അതൊക്കെ അവരുടെ കാര്യം, അവരുടെ ജീർണത. കേരളത്തിലെ ഓരോ ഗ്രാമപഞ്ചായത്ത് വാർഡിലും, അത് ഓങ്ങല്ലൂരാവട്ടെ, പട്ടാമ്പി നഗരസഭയാവട്ടെ, വിളയൂരാവട്ടെ, പാലക്കാടാവട്ടെ, കേരളത്തിലെ അങ്ങോളം ഇങ്ങോളം എവിടെയുമാവട്ടെ, ഒരു പതിറ്റാണ്ടിനിടയിൽ കേരളം നടന്നു തീർത്ത വഴികളിൽ, നമ്മുടെ ജീവിതാനുഭവങ്ങളിൽ കേരളം എങ്ങനെയുണ്ടായിരുന്നു? CPIM ഏരിയ കമ്മിറ്റി അംഗം TV ഗിരീഷ് അധ്യക്ഷനായി. ജില്ലാ കമ്മിറ്റി അംഗം NP വിനയകുമാർ, ഏരിയ സെക്രട്ടറി T ഗോപാലകൃഷ്ണൻ, മുതിർന്ന നേതാവ് C അച്യുതൻ, LDF നേതാക്കളായ C പ്രശാന്ത്, M ഖാദർ, AM നാരായണൻ, MR ജയശങ്കർ, PV രാധാകൃഷ്ണൻ, PV രതീഷ്, AN നീരജ്, പഞ്ചായത്ത് പ്രസിഡന്റ് PP വിജയൻ, വൈസ് പ്രസിഡന്റ് പ്രിയ പ്രശാന്ത്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം PK പ്രസന്ന എന്നിവർ സംസാരിച്ചു.